ഉണ്ണി ഇത്തവണ വരുമ്പോ വേളി കഴിപ്പിക്കണമെന്നുണ്ട്. ഞാൻ കണ്ടിട്ട് ഇച്ചി നാളായി. കുട്ടിക്കാലത്ത് കണ്ടതാ. അമ്മേ അമ്മേ, ഏട്ടന് കത്തുണ്ടോ? ഉണ്ട്. ഇന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് വരും അത്രേ. കത്തെവിടെ? ആ മേപ്പടിയുമേ പഞ്ചാംഗത്തിന്റെ ഉള്ളില് വെച്ചിട്ടുണ്ട്. ഓ, എവിടേക്കാ തിരുമേനി? ഓടിക്കുപ്പായൊക്കെ ആയിട്ട് അക്കരയ്ക്കാ. ഭാസ്കര, ഓ ഇന്ന് ഏട്ടൻ വന്ന ദിവസാ. ഓ, നിക്ക ഒന്ന് നിക്ക. വേണ്ട, ബുദ്ധിമുട്ടൊന്നും ഇല്ല. അടുത്ത വെള്ളത്തിൽ വന്നാ മതി. നിക്കിപ്പോ തന്റെ ഔദാര്യൊന്നും വേണ്ടട്ടോ. ഏട്ടൻ വരിക, ഞാൻ സ്റ്റേഷനിലേക്കാ പോണേ. അത് ശരി. അപ്പൊ കവിതയോ? ഭാസ്കര, വള്ളം ദേഹത്തിൽ ഊന്നുക. ഇത്ര വൈകേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ഒന്ന് അന്വേഷിച്ചു പോയാലോന്നാ. മാരാര് കൂടെ ഉള്ളതുകൊണ്ട് ഈ സമാധാനമുണ്ട്. എന്നാലും പുറത്തെങ്ങും പോയി പരിചയമില്ലാത്തോണ്ടാ. വരനുണ്ടെന്ന് തോന്നണു. തന്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോഴേ നിരീച്ചതാ ഇതിങ്ങനെ അവസാനിക്കുന്നു. ഇതിപ്പോ എന്റെ കുറ്റ? അങ്ങാടി തോറ്റന് അമ്മയുടെ നെഞ്ചത്ത് കേട്ടിട്ടേ ഉള്ളൂ. എന്നാ പിന്നെ താൻ പൊക്കോളുക. ഇനിയിപ്പോ ഒന്നുമില്ല, താൻ പൊക്കോളുക, അത്ര തന്നെ. എന്താ ഇത്ര വൈകിയേ? മനുഷ്യരെ നട്ടം തിരിക്കാൻ ഒരു എഴുത്ത്. ആ വണ്ടി ഇല്ല, പിന്നത്തെ വണ്ടിയും കാത്തു. ഏട്ടനും ഇല്ല, എന്നിട്ട് വന്നപ്പോ തടത്തും ഇല്ല. ആ ഭാസ്കരൻ വഞ്ചിയും പൂട്ടി പോയിരിക്കണു. എന്നിട്ട് അയാളെ വിളിച്ചോണ്ട് വന്ന് താൻ പോയി ഊണ് കഴിക്ക. അയാള് വന്നിരിക്കണു. ഭാനു പോയി ഇത്തിരി കഴിഞ്ഞപ്പോ ഉണ്ണി വന്നു. ഷൊർണൂരിറങ്ങി കാർ പിടിച്ചു വരേ. എന്നിട്ട് എവിടെ? ഉറക്ക. എന്ത് പണി ഏട്ടനെ കാട്ടിയത്? ഞാൻ സ്റ്റേഷനിൽ നിന്ന് തോറ്റു. തീവണ്ടിക്ക് വരുമെന്ന് എഴുതിയിട്ട്. ഒന്ന് ക്ഷമിക്കടോ, തനിക്ക് ഈ അബദ്ധം പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ടോന്നൊന്ന് പരീക്ഷിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. സ്നേഹം പരീക്ഷിക്കണ ഒരാളെ ഒരു കത്ത് എഴുതിയ എന്താ ഏട്ടന്? മറ്റുള്ളവർക്ക് മുറക്കി എഴുതണ്ടല്ലോ. ഒക്കെ അറിയണ്ട് ഞാൻ. പിണങ്ങാണ്ടേ ഒരു നല്ല വർത്താനം പറയാ. വേണ്ട, കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളൂ ഏട്ടന്. നിക്ക് പണ്ടേ അറിയാം. തനിക്ക് ആ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? സ്വകാര്യ. എന്നിട്ട് എവിടെ? താമാ. തനിക്ക് വേണോ? വേണ്ട വേണ്ട, നിക്ക് ഇതിന്റെ നാറ്റം കേട്ടാ തലവേദനിക്കും. എവിടെ സാധനം? നിക്കെന്തിനാ പെട്ടി? തുറന്നു നോക്കടോ. കണ്ണെഴുതിയ മകര നിലാവേ മാമ്പൂ മണമൊഴുകി ആതിര വിരിയും തളിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയാ നൂപുരമുണരുകയാ വാർമുടി
അമൃതം പെയ്യുകയാ വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിര വിരിയും തളിരൂഞ്ഞാലായി തുളസി കരിരാടി മംഗളപ്പാലയിൽ ഗന്ധർവനണയുകയായി വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിര വിരിയും തളിരൂഞ്ഞാലായി തുളസി കരിരാടി ഉത്സവമായപ്പോഴേക്കും എത്തിയല്ലോ. ഇനി കഴിയണവരെ ഉണ്ടാവോ? ഇനി എല്ലാ ഉത്സവത്തിനും ഇവിടെ തന്നെ ഉണ്ടാവും. അതെന്താവോ ജോലി മാറ്റായ? ഇപ്പൊ എവിടേക്കാണോ? ആ KC പട്ടേരിപ്പാടിനെ ഒന്ന് കാണണം. ഇവിടേക്ക് അലോഭ്യം തോന്നരുത്. എന്തിനാ ഇപ്പൊ പട്ടേരിപ്പാടിനെ കാണണേ? അതൊന്നും മര്യാദക്കാർക്ക് ചേരില്ല. അവരൊക്കെ ഈശ്വരനില്ലാന്ന് പ്രസംഗിച്ച് നടക്കുന്നവരല്ലേ. അങ്ങനെ പറയണതിലും തെറ്റില്ലാന്ന് കൂട്ടിക്കോ. പ്രത്യേകിച്ച് നമ്മളാരും ഈശ്വരനെ കണ്ടിട്ടില്ലല്ലോ. ഓരോരുത്തരുടെ ചിന്താഗതി അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇന്നലെ തൊട്ട് നോക്കിയിരിക്കുക. എന്നിട്ട് ഇന്നലെ ഇവിടെ എത്തിയപ്പോ വൈകി. പിന്നെ ഇന്നിപ്പോ ഇത്രല്ലേ ആയുള്ളൂ. വെളിച്ചായിട്ട് വേണ്ടേ? മണി 10 കഴിഞ്ഞു. നേരം വെളിച്ചായിട്ടില്ല അത്ര. അച്ഛനില്ലേ ഇവിടെ? ഉണ്ട്. അച്ഛനെ കാണാൻ ധൃതിയായോ? അച്ഛനെയും കാണണമെന്നേ പറഞ്ഞുള്ളൂ. ഓ അച്ഛനെ കാണാനല്ലേ ഏറെ തിടുക്കം. എനിക്കറിയാം. അച്ഛനെവിടെ സ്റ്റഡി ക്ലാസ് എടുക്ക. ആരാ? അച്ഛന്റെ പുതിയ ശിഷ്യന്മാരാ. കേരള എത്തി സൊസൈറ്റിയുടെ പ്രവർത്തകര്. ഗുഡ്. പിന്നെ എപ്പോഴാ ഒന്ന് കാണാ? ഇനി എപ്പോഴും കാണാമല്ലോ. പെണ്ണ് എപ്പോഴും പെണ്ണ് തന്നെയാ, എത്തീസ്റ്റ് ആയാലും. മതി മതി. ക്ഷമാതിരിപ്പാടില്ല ഇവിടെ. എന്താ? ഇവരിത്തിരി വടക്കുന്ന് വരിക, ആ കിഴക്കേടത്തെ മനപ്പറമ്പ് വാങ്ങാനേ. അപ്പോ ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു. ഇവിടുത്തെ അഭിപ്രായം അറിഞ്ഞ് വാങ്ങാവുന്ന പോരുമ്പോ കാരണവന്മാര് പറഞ്ഞിരുന്നേ. ഞാൻ എന്താ പറയാ, പറഞ്ഞ ഉടമസ്ഥന് വിഷമാവും. അവരിശി കാലായി വിൽക്കണം ശ്രമിക്കണം. അതാച്ചാ കുടുംബമായിട്ട് താമസിക്കാൻ അത്ര സുഖമുള്ള സ്ഥലവുമല്ല. അല്ല, അതിപ്പോ പുള്ളി പറയാൻ വയ്യ. കീഴ്ക്കിട വേണ്ടി വന്നിട്ടില്ലേനും കുട്ടനറിയാലോ, അവിടെ താമസിച്ചവരാരും നേരായിട്ടില്ല. ദണ്ഡക്കേടും ദുരിതവും തന്നെ. നീ ഇത് തന്നെ വേണമെന്ന് വെച്ചാ വേണ്ട,
കണ്ടപ്പോ ഞങ്ങൾക്കും തോന്നി ഒരു നശൂലം പിടിച്ച മട്ട്. കുട്ടനറിയാലോ, പിന്നെ എന്തിനാ ഇവരെ ഇങ്ങോട്ട് നടത്തിയേ?